نحمد الله ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فهو المهتد ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. ولولا دفع الله الناس بعضهم ببعض لهدمت صوامع وبيع وصلوات ومساجد يذكر فيها اسم الله كثيرا ولينصرن الله من ينصره إن الله لقوي عزيز. വളരെ പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനാനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഇങ്ങനെ ഒരുമിച്ചു കൂടിയ ഈ സമയത്ത് പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്. അള്ളാഹു അങ്ങനെ ജീവിക്കുന്നവരിൽ, അവനെ ഭയപ്പെട്ട് അവന്റെ മാർഗങ്ങൾ പാലിച്ച് ജീവിക്കുന്ന സച്ചരിതരായ അടിമകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വ്യത്യസ്ത തരത്തിലുള്ള മനുഷ്യരുടെ കൂടെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം. ലോകം മുഴുവനും വൈവിധ്യങ്ങളാണ്. ഭാഷയിലുണ്ട്, നിറത്തിലുണ്ട്, ജീവിത രീതിയിലുണ്ട്, ജീവിത ശൈലികളിലുണ്ട്, കുടുംബ സംവിധാനങ്ങളിലുണ്ട്, ആദർശങ്ങളിലുണ്ട്. അനേകം വൈവിധ്യങ്ങൾ. ആ വൈവിധ്യങ്ങളാണ് ഈ ലോകത്തിൻ്റെ തന്നെ സൗന്ദര്യം. വ്യത്യസ്ത തരത്തിലുള്ള ആശയങ്ങളുണ്ട്, വ്യത്യസ്ത തരത്തിലുള്ള മതങ്ങളുണ്ട്, വ്യത്യസ്ത രാഷ്ട്രീയ പ്രതിനിധാനങ്ങളുണ്ട്. മനുഷ്യർക്കിടയിൽ തന്നെ അനേകം വൈവിധ്യങ്ങളുണ്ട്. രൂപത്തിലുണ്ട് വൈവിധ്യം, മനുഷ്യൻ പിന്തുടരുന്ന ആശയങ്ങളിലുണ്ട് വൈവിധ്യം, എല്ലാത്തിലുമുണ്ട് വൈവിധ്യം. രണ്ട് കൈകൾ കൊണ്ട് പൊട്ടിയാൽ തീരുന്ന അത്ര ചെറുതാണ് നമ്മുടെ മുഖം. പക്ഷേ ലോകത്തുള്ള അനേക കോടി മനുഷ്യർക്ക് ഓരോരുത്തർക്കും ഓരോ മുഖമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്ര കോടി മനുഷ്യരുണ്ട് ലോകത്ത്, അത്ര കോടി മുഖങ്ങളുണ്ട്. അതിലേറെ കോടി മുടിനാരുകളുണ്ട്. ഓരോരുത്തരുടെ മുടിനാരും വ്യത്യസ്തമാണ്, രക്തം വ്യത്യസ്തമാണ്, നിറം മാത്രമേ ഒന്നുള്ളൂ. ശരീരഗന്ധം വ്യത്യസ്തമാണ്.
ഓരോരുത്തരുടെ ഈ ശരീരഗന്ധം ഓരോന്നാണ്. അനേക കോടി മനുഷ്യര് മരിച്ചുപോയിട്ടുണ്ട് ലോകത്ത്, അവർക്കൊക്കെ വേറെയാണ്. ഈ വൈവിധ്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടാണ് അള്ളാഹുവിന്റെ ദീനിനെ അള്ളാഹു അവതരിപ്പിച്ചു തന്നിട്ടുള്ളത്. മനുഷ്യർക്കിടയിലുള്ള വൈവിധ്യങ്ങളെ, വ്യത്യാസങ്ങളെ ഉൾക്കൊള്ളാനാണ് നമ്മളോട് പറയുന്നത്. മനുഷ്യർക്കിടയിൽ വിയോജിപ്പുകളെക്കാളുള്ളത് യോജിപ്പുകളാണ്. വിയോജിപ്പുകൾ വളരെ കുറച്ചേ ഉള്ളൂ, യോജിപ്പാണ് കൂടുതൽ. പക്ഷെ ആ കൂടുതലുള്ള യോജിപ്പിനെ ആളുകൾ മറക്കുകയാണ്. എന്നിട്ട് കുറച്ചുള്ള വിയോജിപ്പിനെ മാത്രമേ ആലോചിക്കുന്നുള്ളൂ. അതിന്റെ പേരിലാണ് ബഹളം, അതിന്റെ പേരിലാണ് പിണക്കങ്ങൾ, അതിന്റെ പേരിലാണ് അടിപിടി, അതിന്റെ പേരിലാണ് കൊല്ലൽ. നമ്മൾ ഓരോ ദിവസവും പത്രം എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന അതാണ്. മനുഷ്യർക്കിടയിൽ ശത്രുത പെരുകുന്നു. യഥാർത്ഥത്തിൽ ശത്രുതയ്ക്കുള്ള കാരണങ്ങൾ വളരെ കുറച്ചേ ഉള്ളൂ. മനുഷ്യർക്കിടയിൽ യോജിക്കാവുന്ന പോയിന്റുകളാണ് കൂടുതൽ. സമാധാനം വേണം, സന്തോഷം വേണം, വിശപ്പ് മാറണം, സ്വസ്ഥമായി കിടന്നുറങ്ങണം. അങ്ങനെ ഓരോ മനുഷ്യനും യോജിപ്പുള്ള സ്വപ്നങ്ങളാണ് കൂടുതലുള്ളത്. എന്നാൽ വിയോജിപ്പുകളെ മാത്രം ഉയർത്തി കാണിക്കുകയും അതിന്റെ പേരിൽ വലിയ സംഘർഷങ്ങൾ ലോകത്ത് ഉയർന്നുകൊണ്ടിരിക്കുകയുമാണ്. ഇതൊരു വലിയ ആഘാതമാണ് മനുഷ്യ സമൂഹത്തിന് ഏൽപ്പിക്കുന്നത്. ലോകത്തിന് ഏറ്റവും വലിയ ജനാധിപത്യ മൂല്യം, മതേതര മൂല്യം പഠിപ്പിച്ചു കൊടുത്ത നാടാണ് നമ്മുടെ നാട്. പക്ഷെ നമ്മുടെ നാട്ടിൽ നിന്ന് ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ അത്യധികം ആശങ്കാജനകമായ വാർത്തകളാണ്. വ്യത്യസ്ത മതങ്ങൾ, വ്യത്യസ്ത തരത്തിലുള്ള ആശയങ്ങൾ എല്ലാം വളരെ സമാധാനത്തോടുകൂടി കിടന്നുറങ്ങുകയും ജീവിച്ചു പുലരുകയും ചെയ്യുന്ന വലിയ ഒരു കാലഘട്ടം നമ്മുടെ നാടിനുണ്ട്. ആ കാലഘട്ടത്തിന് വലിയ പരിക്കുകളൊന്നും പറ്റിയിട്ടില്ല. പറ്റാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. പക്ഷെ അതിനേൽക്കുന്ന ചെറിയ പരിക്കുകൾ പോലും വളരെ വലിയ ആശങ്കയോടുകൂടിയാണ് നമ്മൾ കാണേണ്ടത്. മാനവിക മൂല്യങ്ങളാണ് ഉയർന്നു കേൾക്കേണ്ടത്. മനുഷ്യപ്പറ്റിന്റെ വാക്കുകളാണ് ഉയർന്നു കേൾക്കേണ്ടത്. മനുഷ്യരെ തമ്മിൽ ശത്രുതയുണ്ടാക്കുന്ന വാക്കുകളാണ് ഇന്ന് ഉയർന്നു കേൾക്കുന്നത്. അതിനു പകരം മനുഷ്യത്വത്തിന്റെയും മാനവികതയുടെയും മൂല്യങ്ങൾ ഉയർന്നു കേൾക്കണം. ഇവരൊക്കെ മനുഷ്യർക്കിടയിൽ ശത്രുതയുണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്നത് മതപ്രമാണങ്ങളോ മതത്തിലെ വേദഗ്രന്ഥത്തിലെ വചനങ്ങളോ മതത്തിലെ ചരിത്ര ഭാഗങ്ങളൊക്കെയാണ് മനുഷ്യർക്കിടയിൽ ശത്രുത ഉണ്ടാക്കാൻ വേണ്ടി ഇവർ കൊണ്ടുവരുന്നത്. ദുർവ്യാഖ്യാനിക്കുകയാണ്. അതേ മതത്തിന്റെ അതേ പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് മനുഷ്യർക്കിടയിൽ സാഹോദര്യം ഉണ്ടാക്കണം. അതാണ് യഥാർത്ഥ മതവിശ്വാസികളുടെ ഇന്നത്തെ ബാധ്യത എന്ന് പറയുന്നത്. ഏത് മതമായിരുന്നായിരുന്നു, എല്ലാ മതങ്ങളിലുണ്ട് ഈ രണ്ടു വശവും. എല്ലാ മതങ്ങളുടെയും പ്രമാണങ്ങളെയും ചരിത്രത്തെയും ഉദ്ധരിച്ചുകൊണ്ട് മനുഷ്യർക്കിടയിൽ ശത്രുതയുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ലോകവ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ പിന്നിലുള്ളത് രാഷ്ട്രീയമാണ്. മതഭക്തിയോ ദൈവഭക്തിയോ മതക്കൂറോ ഒന്നുമല്ല അതിന്റെ പിന്നിലുള്ളത്. അതിന്റെ പിന്നിലുള്ളത് രാഷ്ട്രീയ മോഹങ്ങളാണ്. യഥാർത്ഥ മതവിശ്വാസികൾ ചെയ്യേണ്ടത് എന്താണ്? ഇതേ മതത്തിന്റെ പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് മതങ്ങൾക്കിടയിലും മനുഷ്യർക്കിടയിലും സാഹോദര്യമുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ മതവിശ്വാസികൾ നടത്തണം. അത് മതവിശ്വാസികളുടെ ബാധ്യതയാണ്. ആ ബാധ്യത അവർ നിർവഹിച്ചിട്ടില്ലെങ്കിൽ മതം തന്നെ തെറ്റിദ്ധരിക്കപ്പെടും. മതത്തിന്റെ നിയോഗം നഷ്ടപ്പെട്ടു. ആ നിയോഗത്തിനൊരു ലക്ഷ്യമുണ്ട്. ഒരു മതം കൊണ്ടൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം സാക്ഷാത്കരിക്കപ്പെടാതെ പോകും. ലോകത്തുള്ള ഏതൊരു മതം എടുത്തു നോക്കിയാലും, അതല്ലെങ്കിൽ മതം എന്ന് പറയുന്ന ഏതൊരു പ്രത്യയശാസ്ത്രം എടുത്തു നോക്കിയാലും അതിന്റെയൊക്കെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ സ്നേഹത്തിലും സാഹോദര്യത്തിലും മനുഷ്യർക്കിടയിലുള്ള ഐക്യത്തിലുമൊക്കെ ഊട്ടിയുറക്കപ്പെട്ടതാണ്. ഒരു മതവും ശത്രുത പഠിപ്പിക്കുന്നില്ല. പക്ഷേ മതത്തെ അവരവരുടെ രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ആളുകൾക്ക് തീർച്ചയായും മതം ശത്രുതയുടെ ഒരു കാരണമാണ് എന്ന് വരുത്തേണ്ട ആവശ്യമുണ്ട് എന്നർത്ഥം. മതങ്ങൾക്കിടയിലുള്ള സഹവർത്തിത്വം അല്ലെങ്കിൽ മതങ്ങൾക്കിടയിൽ ഉണ്ടാകേണ്ട സാഹോദര്യം എന്ന് പറഞ്ഞാൽ ഒന്നാമതായി ഓരോരുത്തർക്ക് അവരവരുടെ മതമനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമാണ്. ഖുർആൻ അത് അനുവദിച്ചിട്ടുണ്ട്. ഖുർആൻ പറഞ്ഞു തന്നിട്ടുണ്ട്, വ്യത്യസ്തങ്ങളായ മതവിശ്വാസികൾ ഉള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിനെ അംഗീകരിക്കാനാണ് ഖുർആൻ നമ്മളോട് പറയുന്നത്. അതാണ് വമാ യസാലൂന മുഖ്തലിഫീൻ. വ്യത്യാസങ്ങൾ ഉണ്ടാവും മനുഷ്യർക്കിടയിൽ. ആ വ്യത്യാസങ്ങളെ
അംഗീകരിക്കണമെന്നതാണ് ഖുർആൻ നമ്മളോട് പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് ഒന്നാമത്തെ അടിസ്ഥാനവും. മനുഷ്യർ സമാധാനമുള്ള ഒരു ജീവിതം നയിക്കാനുള്ള ഒന്നാമത്തെ അടിസ്ഥാനം എന്ന് പറയുന്നത് പരസ്പരമുള്ള ഈ അംഗീകാരമാണ്. ഖുർആൻ പറയുന്നു, ഇദോ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മ വൽ മൗഇദത്തിൽ ഹസന വജാദിൽഹും ബില്ലതി ഹിയ അഹ്സൻ. ഇദോ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മ, ഹിക്മത്തോടുകൂടി നിന്റെ റബ്ബിന്റെ മാർഗത്തിലേക്ക് നീ അവരെ ക്ഷണിക്കുക. തികഞ്ഞ ബുദ്ധിയോടെ, സ്ഥലകാലബോധത്തോടെ, യുക്തിബോധത്തോടുകൂടി ആളുകളെ നിന്റെ റബ്ബിന്റെ മാർഗത്തിലേക്ക് നീ ക്ഷണിക്കുക. എന്നിട്ട് പറയണം, വൽ മൗഇദത്തി അൽ ഹസന, നല്ല ഉപദേശങ്ങളിലൂടെ നിനക്ക് ക്ഷണിക്കാം. പിന്നെ പറയണം, വജാദിൽഹും ബില്ലത്തി ഹിയ അഹ്സൻ, അവരോട് ഏറ്റവും നല്ല രീതിയിൽ എന്നല്ല, അഹ്സൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല രീതിയിലാണ്. ഏറ്റവും നല്ല രീതിയിൽ അവരോട് നിങ്ങൾ സംവാദം നടത്തണം എന്ന് പറഞ്ഞു. വജാദിൽഹും, അവരോട് സംവാദം നടത്തണം. ബില്ലത്തി ഹിയ അഹ്സൻ, ഏറ്റവും നല്ല രീതിയിലുള്ള സംവാദങ്ങൾ. സംവാദങ്ങൾക്കുള്ളൊരു സ്പേസ് ഉണ്ടാക്കി തരുന്നത്. നമ്മൾ വിശ്വസിക്കുന്ന ഒരു ആദർശം മറ്റൊരാൾ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ, അംഗീകരിച്ചിട്ടില്ലെങ്കിൽ അയാൾ നശിപ്പിക്കലല്ല. അയാൾ വിശ്വസിക്കുന്ന, അയാൾ അംഗീകരിക്കുന്ന ഒരു ആദർശമുണ്ട്, നമ്മൾ അംഗീകരിക്കുന്ന മറ്റൊരു ആദർശമുണ്ട്. ഈ ആദർശങ്ങൾ തമ്മിൽ, ആശയങ്ങൾ തമ്മിൽ സംവാദം ഉണ്ടാകണം എന്നാണ് ഖുർആൻ പറഞ്ഞത്. ജനാധിപത്യത്തിലായിരുന്നാലും ഇസ്ലാമിലായിരുന്നാലും സംവാദങ്ങൾക്കുള്ള ഒരു സ്പേസ് ഉണ്ട്. അത് അംഗീകരിക്കില്ല എന്നാണ് ഫാസിസ്റ്റുകൾ പറയുന്നത്. സംവാദങ്ങൾക്ക് അവർ തയ്യാറാവില്ല. അവർ വിശ്വസിക്കുന്ന ഒരു ആദർശത്തിന്, അവർ അംഗീകരിക്കുന്ന ഒരു നിലപാടിനെതിരായി ഒരാൾ പറയുകയോ എഴുതുകയോ പ്രസംഗിക്കുകയോ ചെയ്താൽ അവനെ നശിപ്പിക്കും, അവനെ കൊന്നുകളയും. അല്ലെങ്കിൽ അവന്റെ കൈ വെട്ടും, അവന്റെ കാല് വെട്ടും, അവന്റെ കണ്ണ് ചൂഴ്ന്നെടുക്കും. അവനെ പഠിക്കാൻ സമ്മതിക്കൂല, അവനെ ജീവിക്കാൻ സമ്മതിക്കൂല, അവനെ ഈ നാട്ടിൽ നിന്ന് വേറൊരു നാട്ടിലേക്ക് പറഞ്ഞേക്കും. ഇതൊക്കെ ഫാസിസ്റ്റുകൾ ചെയ്യുന്നതാണ്. കാരണം ഫാസിസ്റ്റുകള് സംവാദത്തിന് തയ്യാറല്ല. ഖുർആൻ പറയുകയാണ്, നിങ്ങൾ സംവാദം നടത്തുക. സംവാദം നടത്തുമ്പോൾ ആശയങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടും. വിശ്വസിക്കണോ വിശ്വസിക്കണ്ടയോ എന്നതൊക്കെ അവരുടെ തീരുമാനമാണ്. അത് അവർക്ക് വിട്ടുകൊടുക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മൂസാ നബി അലൈഹി സ്വലാം ജീവിക്കുന്ന കാലത്ത് ആ നാട്ടിലെ ഏറ്റവും വലിയ ധിക്കാരിയായ ആളായിരുന്നു ഫിർഔൻ, ഫറോവ, രാംസിസ് രണ്ടാമൻ. ആ രാംസിസിന്റെ അടുത്തേക്ക് മൂസാ നബി അലൈഹി സ്വലാമിനോടും സഹോദരൻ ഹാറൂൻ നബി അലൈഹി സ്വലാമിനോടും അള്ളാഹു പോകാൻ പറയുന്നുണ്ട്. ഫിർഔനിന്റെ അടുത്ത് ചെന്നിട്ട് ഈ സത്യമതത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം. ലോകത്തിലെ ഏറ്റവും വലിയ സത്യത്തെക്കുറിച്ച് അയാൾക്ക് പറഞ്ഞു കൊടുക്കണം. എങ്ങനെയാ പറഞ്ഞു കൊടുക്കേണ്ടത്, എന്താണ് പറഞ്ഞു കൊടുക്കേണ്ടത് എന്ന് ഖുർആനിലുണ്ട്. സൂറത്ത് ത്വാഹയിൽ എന്താണ് പറഞ്ഞു കൊടുക്കേണ്ടത് എന്ന് മാത്രമല്ല അള്ളാഹു പറഞ്ഞിട്ടുള്ളത്, പിന്നെയോ എങ്ങനെയാണ് പറയേണ്ടതെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആലോചിച്ച് നോക്കൂ, ആ നാട്ടിലെ ഏറ്റവും നല്ല ആൾക്കാരാണ് പ്രവാചകന്മാരാവുക. ഒരു നാട്ടിലെ ഏറ്റവും നല്ല ആള്, ഏറ്റവും നന്നായി സംസാരിക്കുന്ന, ഏറ്റവും നല്ല സംസ്കാരമുള്ള, ഏറ്റവും നല്ല രീതിയിൽ ആളുകളോട് പെരുമാറാൻ കഴിയുന്ന ആളെയാണ് അള്ളാഹു പ്രവാചകനാക്കുക. അങ്ങനെ അള്ളാഹു തെരഞ്ഞെടുത്ത രണ്ട് പ്രവാചകന്മാരോട് പറയുകയാണ് അള്ളാഹു എങ്ങനെയാണ് ഫിർഔനിനോട് സംസാരിക്കേണ്ടത്. കാരണം സംസാരത്തിൽ വരുന്ന വീഴ്ച, സംസാരത്തിന്റെ ശൈലിയിൽ വരുന്ന വീഴ്ച പോലും പറയുന്ന ആശയത്തിന്റെ പ്രാധാന്യമില്ലാതാക്കും. വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞാൽ മാത്രം പോരാ, വലിയ വലിയ കാര്യങ്ങൾ പറയേണ്ടത് പറയേണ്ട പോലെയാകണം എന്നുകൂടിയാണ് ഖുർആൻ പറയുന്നത്. അതാണ് വഖൂലാ ലഹു ഖൗലൻ ലയ്യിന. നിങ്ങൾ രണ്ടുപേരും ഫിർഔനിനോട് സംസാരിക്കേണ്ടത് ഏറ്റവും ലയ്യനായ ഭാഷയിലായിരിക്കണം, ഏറ്റവും മൃദുലമായ, ഏറ്റവും താഴ്മയുള്ള, ഏറ്റവും ലാളിത്യമുള്ള, ഒരു ഗർവുമില്ലാത്ത, ഒരു അഹങ്കാരവും വരാത്ത, ഏറ്റവും താഴ്മയുള്ള, അയാളുടെ മനസ്സിൽ തട്ടുന്ന വിധത്തിലായിരിക്കണം കേട്ടോ ഫിർഔനിനോട് സംസാരിക്കേണ്ടത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇതാ രണ്ട് പ്രവാചകന്മാർക്ക് മാത്രമുള്ള ഉപദേശമാണോ? ലോകത്ത് എല്ലാ കാലത്തും സത്യമതത്തിന്റെ പ്രബോധകർക്ക് അള്ളാഹു നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശമാണത്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞില്ലേ, റസൂലേ, താങ്കൾ അവരോട് ഏറ്റവും നല്ല രീതിയിൽ, ഏറ്റവും മൃദുലമായ, ലാളിത്യമുള്ള, അവരുടെ മനസ്സിൽ തട്ടുന്ന രീതിയിൽ അവരോട് പെരുമാറിയത് കൊണ്ടാണ് അവര് പ്രവാചകന്റെ അടുത്തേക്ക് വന്നത്. ലിൻ തലഹും എന്നാണ് അള്ളാഹു ഉപയോഗിച്ചത്. ലയ്യൻ എന്ന വാക്കിന്റെ മറ്റൊരു രൂപമാണത്. അതേ വാക്കാണ് മൂസാ നബി അലൈഹി സ്വലാമിനോട് അള്ളാഹു കൽപ്പിച്ചത്. ഖൗലൻ ലയ്യന,
രണ്ടും ഒരേ പദമാണ്. പ്രവാചക തിരുമേനിയോട് പറയാണ്, താങ്കൾ അവരോട് ലിൻതലഹും ലയ്യനായി പെരുമാറിയത് കൊണ്ട്, അതുകൊണ്ടാണ് അവരുടെ അടുത്ത് വന്നത്. അതല്ലാത്ത രീതിയിലാണ് പെരുമാറിയിരുന്നതെങ്കിൽ അവരൊന്നും ഇങ്ങോട്ട് വരൂല പ്രവാചകരെ. അവര് നിങ്ങളുടെ അടുത്തേക്ക് വന്നത് അവരോട് താങ്കൾ അങ്ങനെ പെരുമാറിയത് കൊണ്ടാണ് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അപ്പോ ഈ ഒരു സഹവർത്തിത്വമാണ്, മറ്റൊരാളെ അംഗീകരിക്കലാണ്. അയാൾക്ക് അയാളുടേതായ വാദങ്ങള്, അയാളുടേതായ ആശയങ്ങളുണ്ട് എന്ന് അംഗീകരിക്കലാണ്. എന്നിട്ട് അയാളോട് സംസാരിക്കണം. നമ്മളൊരാളോട് സംസാരിക്കുമ്പോൾ അയാൾക്ക് അയാളുടേതായ അഭിപ്രായങ്ങളുണ്ട് എന്നറിഞ്ഞുകൊണ്ടാണ് സംസാരിക്കേണ്ടത്. അതാണ് ഈ സംവാദം എന്ന് പറയുന്നത്. നമ്മൾ പറയുന്ന ഒരു കാര്യത്തിന് എതിരായ അയാൾക്കൊരു വാദമുണ്ട്. നമ്മൾക്ക് നമ്മൾ പറയുന്ന കാര്യം വലിയ കാര്യമായിരിക്കും, പക്ഷെ അയാൾക്ക് അതിന് എതിരായ മറ്റൊരാശയമുണ്ട്. നമ്മളിൽ നിന്ന് തീർത്തും വിരുദ്ധമായ ഒരു വാദം അയാൾക്കുണ്ട്. അത് അംഗീകരിക്കുമ്പോഴാണ് അവിടെ സംവാദം ഉണ്ടാവുക. അത് അംഗീകരിക്കില്ലെങ്കിൽ അവിടെ സംവാദം ഉണ്ടാവില്ല. സഹിഷ്ണുതയുടെ കുറെ അടിസ്ഥാനങ്ങളുണ്ട് ഖുർആൻ പറഞ്ഞു തന്നത്. ഒന്നാമതായി, എല്ലാ ദൈവിക മതങ്ങളും ഒരൊറ്റ സ്രോതസ്സിൽ നിന്നാണ് എന്ന് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പിന്നീട് വ്യത്യാസങ്ങളുണ്ടായി, കലർപ്പുകളുണ്ടായി, അതിൽ കുഴപ്പങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും. പക്ഷെ അതൊക്കെ ഒരേ ഒരു സ്രോതസ്സിൽ നിന്ന് പുറപ്പെട്ടതാണ്. അതുകൊണ്ട് ആ ഒരു ബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണമെന്നാണ് ഖുർആനിന്റെ അനുയായികളോട് അല്ലാഹു പറയുന്നത്. സൂറത്തു ശൂറയിലെ 13-ാമത്തെ ആയത്ത് അതാണ് പറയുന്നത്. ശറഅ ലക്കും മിനദ്ദീനി മാ വസ്സാ ബിഹി നൂഹൻ വല്ലദി ഔഹൈനാ ഇലൈക വമാ വസ്സൈനാ ബിഹി ഇബ്രാഹിം വമൂസ വഈസ അൻ അഖീമുദ് ദീന വലാ തതഫറഖൂ ഫീഹി. ഇങ്ങനെയാണ് ഖുർആൻ പറയുന്നത്. നൂഹിനോട് കൽപ്പിച്ചതും നിനക്ക് നാം വഹിയായി നൽകിയതും ഇബ്രാഹിം, മൂസ, ഈസ എന്നിവരോടെല്ലാം നാം കൽപ്പിച്ചതുമായ കാര്യം തന്നെ അവൻ നിങ്ങൾക്കും മതനിയമമായി നിശ്ചയിച്ചു തന്നിരിക്കുന്നു. നിങ്ങൾ ഈ ജീവിത വ്യവസ്ഥയെ സ്ഥാപിക്കുക, അതിൽ നിങ്ങൾ ഭിന്നിക്കുകയേ ചെയ്യരുത്. ഇതാണ് അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന സന്ദേശം, പ്രവാചക തിരുമേനിക്ക് വഹയ്യായി നൽകിയിരിക്കുന്ന സന്ദേശം. നിങ്ങൾ പ്രബോധനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സന്ദേശം ബഹുദൈവ വിശ്വാസികൾക്ക് വളരെ വലിയ ഭാരമായി തോന്നുന്നതാണ്. അതാണ് അടുത്ത വചനം. അള്ളാഹു ഇഷ്ടമുള്ളവരെ, അവൻ ഇച്ഛിക്കുന്നവരെ അവനു വേണ്ടി പ്രത്യേകമായി തെരഞ്ഞെടുത്തിരിക്കുന്നു. സൂറത്ത് ശൂറയിലെ 13-ാമത്തെ വചനമാണ്. എന്നാൽ ഈ ആയത്തിലൂടെ അള്ളാഹു പറയുന്നത്, ലോകത്തുള്ള എല്ലാ മതദർശനങ്ങൾ, ദൈവിക മതം എന്ന് പറയുന്ന എല്ലാ ദർശനങ്ങളുടെയും അടിസ്ഥാനം ഒന്നാണ്. പിന്നീട് അതിൽ പലതരത്തിലുള്ള കലർപ്പുകൾ കടന്നുകൂടി, പലതരത്തിലുള്ള വ്യാഖ്യാന ഭേദങ്ങൾ കടന്നുകൂടി, പലതരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ അതിലുണ്ടായിട്ടുണ്ടാവാം. പക്ഷെ ഇതെല്ലാം ഒരു സ്രോതസ്സിൽ നിന്നാണ് എന്ന് വിശ്വസിക്കാൻ മുസ്ലിങ്ങൾ ബാധ്യസ്ഥരാണ്. അതാണ് ഖുർആൻ പറയുന്നത്. രണ്ടാമത്തെ അടിസ്ഥാനം, എല്ലാ പ്രവാചകന്മാരും സഹോദര തുല്യരാണ്. ആരോടും വിവേചനം പാടില്ല. വിശ്വാസികളുടെ മനസ്സിൽ എല്ലാ പ്രവാചകന്മാരോടും ആ പ്രവാചകന്മാരുടെ അനുയായി വൃന്ദങ്ങളോടും ഈ സഹിഷ്ണുതാ മനോഭാവം ഉണ്ടാകണം. ഖുർആൻ പറയുകയാണ് സൂറത്തു ആല ഇംറാനിലെ 84-ാമത്തെ വചനം. അതിന്റെ ആശയം ഇങ്ങനെയാണ് പറയുക: ഞങ്ങൾ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു. ഞങ്ങൾക്ക് ഇറക്കി തന്നത് ഇബ്രാഹിം, ഇസ്മായിൽ, ഇസ്ഹാഖ്, യാക്കൂബ് സന്തതികൾ എന്നിവർക്ക് ഇറക്കിക്കൊടുത്തത്, മൂസാക്കും ഈസാക്കും മറ്റു പ്രവാചകന്മാർക്കും തങ്ങളുടെ നാഥനിൽ നിന്ന് വന്നെത്തിയത്, എല്ലാറ്റിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അവരിൽ ആരോടും ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള വിവേചനവുമില്ല. ഞങ്ങൾ അള്ളാഹുവിന് കീഴ്പ്പെട്ട മുസ്ലിങ്ങളാണ്. ഇത് പറയാൻ മുസ്ലിങ്ങൾ ബാധ്യസ്ഥരാണ്. എല്ലാ പ്രവാചകന്മാരും സഹോദര തുല്യരാണ്. എല്ലാ പ്രവാചകന്മാർക്കും ഒരേ ആശയമാണ് അള്ളാഹു കൈമാറിയിട്ടുള്ളത്. ഒരേ കാര്യമാണ് അവർ പ്രബോധനം ചെയ്തത്. അവരുടെ പ്രബോധനം ഏറ്റെടുത്ത അനുയായി വൃന്ദങ്ങളിൽ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളുണ്ടായി. അവരൊക്കെ പലപ്പോഴും പല മതങ്ങളായി പോലും മാറിപ്പോയി. അതൊക്കെ പിന്നീടുണ്ടായ ചരിത്രമാണ്. പക്ഷേ അതിന്റെ എല്ലാം സ്രോതസ് ഒന്നാണ് എന്ന് വിശ്വസിക്കാൻ മുസ്ലിങ്ങൾ ബാധ്യസ്ഥരാണ്. മൂന്നാമത്തെ കാര്യം, മറ്റു മതങ്ങളുടെ വ്യത്യസ്തങ്ങളായ ആരാധനാലയങ്ങൾ ആദരിക്കപ്പെടണം. ചർച്ചുണ്ട്, ക്ഷേത്രങ്ങളുണ്ട്, സന്യാസി മഠങ്ങളുണ്ട്, സെനഗോഗുകളുണ്ട്, പള്ളികളുണ്ട്.
ഓരോരുത്തർക്ക് അവരവരുടേതായ മതമുണ്ട്, അവരവർ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ നാമങ്ങളുണ്ട്. നാമങ്ങളിലെ വ്യത്യാസമുള്ളൂ. ദൈവമേ എന്നൊരാൾ വിളിച്ചാലും, കർത്താവേ എന്നൊരാൾ വിളിച്ചാലും, ഈശ്വര എന്നൊരാൾ വിളിച്ചാലും, എന്റെ റബ്ബേ എന്നൊരാൾ വിളിച്ചാലും അതെല്ലാം ഒരേ റബ്ബിനെയാണ് വാഴ്ത്തുന്നത്. ഈശ്വരൻ എന്നാണ് മലയാളത്തിൽ പറയാം. ഈശ്വരൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം നിയന്ത്രിക്കുന്നവൻ എന്നാണ്. നിയന്ത്രിക്കുന്നവൻ. ആശയങ്ങൾ അർത്ഥം നോക്കിക്കഴിഞ്ഞാൽ അതില് അറബി പദങ്ങളല്ല എന്നതുകൊണ്ട് ദൈവത്തെ വിളിക്കുന്ന നാമങ്ങളോട് നമുക്ക് യാതൊരു തരത്തിലുള്ള ഒരു അവമതിപ്പുണ്ടാകേണ്ടതില്ല. അള്ളാഹു എന്നത് അറബി ഭാഷയിൽ യഥാർത്ഥ ദൈവത്തിന് വിളിക്കുന്ന പേരാണ്, പറയുന്ന പദമാണ്. അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ മഹാഭാരതവും രാമായണവും ഒക്കെ അറബിയിലേക്ക് പരിഭാഷപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതിൽ ബ്രഹ്മാവ് എന്ന് പറയുന്നിടത്ത്, ദൈവം എന്ന് പറയുന്നിടത്തൊക്കെ അള്ളാഹു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം അറബിയിൽ ദൈവം അല്ലെങ്കിൽ യഥാർത്ഥ ദൈവത്തിന് പറയുന്ന പദമാണ് അള്ളാഹു. യഥാർത്ഥ ദൈവം എന്ന് പരിഭാഷപ്പെടുത്തിയത് കൊണ്ട് യാതൊരു കുഴപ്പമില്ല. അതുകൊണ്ടാണ് ഖുർആൻ സൂറത്തുൽ ഹജ്ജിലെ 40-ാമത്തെ വചനം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനമാണ്. അതാണ് നമ്മൾ നേരത്തെ ഓതി വെച്ചത്. അള്ളാഹു പറയുകയാണ്, വലൗലാ ദഫ്ഉല്ലാഹ് അന്നാസ ബഅ്ലഹും ബിബഅ്ലിൻ. അള്ളാഹു ചില ആളുകളെ കൊണ്ട് തടഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ, ചിലരെ കൊണ്ട് ചിലരെ തടഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ, ലഹുദ്ദിമത്, തകർക്കപ്പെടും. ഒരു കൂട്ടർ മറ്റൊരു കൂട്ടരെ പ്രതിരോധിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഇവിടെ തകർക്കപ്പെടും. തകർക്കപ്പെടും എന്ന് പറഞ്ഞിട്ട് ആദ്യം പറയണത് എന്താണ്? പള്ളിയല്ല. ആദ്യം പറഞ്ഞത് സ്വവാമ്യവും സന്യാസി മഠങ്ങൾ എന്നാണ്. സന്യാസി മഠങ്ങൾ തകർക്കപ്പെടും. ഖുർആൻ അതിൽ ആശങ്കപ്പെടുകയാണ്. സന്യാസി മഠങ്ങൾ തകർക്കപ്പെടാൻ പാടില്ല എന്നതിന്റെ ഉള്ളിലുണ്ട്. എന്താണ് ബിയാ? ചർച്ചുകളാണ്. പിന്നെ പറഞ്ഞു വസ്വലവാത്ത്, സെനഗോഗുകളാണ്. അവസാനം എന്ത് പറഞ്ഞു? വ മസാജിദ്, പള്ളികളും. പള്ളികൾ, സെനഗോഗുകൾ, സന്യാസി മഠങ്ങൾ, ചർച്ചുകൾ, ഇതൊക്കെ തകർക്കപ്പെടും. ചില ആളുകളെ പ്രതിരോധിച്ചിട്ടില്ലായിരുന്നെങ്കിൽ, കൈക്ക് പിടിച്ചിട്ടില്ലായിരുന്നെങ്കിൽ. എന്നിട്ട് ഈ ദേവാലയങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുള്ള പറയാണ്, യുദ്കറു ഫീ ഹസ്മുല്ലാഹി കസീറ. ഈ ദേവാലയങ്ങളിലൊക്കെ അള്ളാഹുവിന്റെ നാമമാണ് ധാരാളമായി ഉയർന്നു കേൾക്കുന്നത് എന്ന്. സമ്മതിക്കോ? ക്ഷേത്രങ്ങളിൽ, സെനഗോഗുകളിൽ, ചർച്ചുകളിൽ അവിടെ നിന്ന് ഉയർന്നു കേൾക്കുന്നത് യുദ്കറു ഫീ ഹസ്മുല്ലാഹി കസീറ. അവിടെ നിന്നൊക്കെ വാഴ്ത്തപ്പെടുന്നത്, ഉയർന്നു കേൾക്കുന്നത് യഥാർത്ഥ ദൈവത്തിന്റെ നാമങ്ങളാണ് കേട്ടോ. അതൊന്നും തകർക്കപ്പെടാൻ പാടില്ല. അള്ളാഹു പറയുകയാണ് ഖുർആനിൽ. മറ്റു മതങ്ങളുടെ ആരാധനാലയങ്ങൾ അവിടെ ഉണ്ടാകണത്, സംരക്ഷിക്കപ്പെടണമെന്നത്. സത്യവും അസത്യവും മറ്റൊരു കാര്യമാണ്. സത്യവും അസത്യവും മറ്റൊരു കാര്യമാണ്. ഒരാളെയും നിർബന്ധിക്കുന്നില്ലല്ലോ ഇസ്ലാം. തുറന്ന പുസ്തകമാണ് ഈ ലോകം എന്ന് പറയുന്നത്. ഒരാൾക്ക് അവനവന്റെ നാഥനെ കണ്ടെത്താൻ എല്ലാ വഴികളും അല്ലാഹുവോട് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഒരാളെയും നിർബന്ധിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇസ്ലാമിന്റെ നിലപാട്. ലാ ഇക്റാഹ ഫിദ്ദീൻ ഖദ് തബയ്യന അർ-റുശ്ദു മിനൽ ഗയ്യ്. സത്യവും അസത്യവും വളരെ വ്യക്തമായി വേർതിരിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നിർബന്ധമില്ല കേട്ടോ. ലാ ഇക്റാഹ ഫിദ്ദീൻ, ഈ ദീനിൽ യാതൊരു നിർബന്ധമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അവരവരുടെ ചിന്താ സ്വാതന്ത്ര്യം നൽകുകയാണ് ഖുർആൻ. ഓരോരുത്തർക്ക് അവരവരുടേതായ ചിന്തയുണ്ട്, ഓരോരുത്തർക്ക് അവരവരുടേതായ ആശയങ്ങളുണ്ട്. ഓരോരുത്തരുടെയും മനസ്സ് സഞ്ചരിക്കുന്ന ഓരോ വഴിക്കാണ്. അവർക്കത് അതിലൂടെ നടക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുകയാണ്. എന്നിട്ട് പറയാണ് യഥാർത്ഥ വിജയത്തിനുള്ള വഴി. മനുഷ്യന്റെ യഥാർത്ഥ വിജയത്തിനുള്ള വഴി പറഞ്ഞിരുന്നു. അത് സ്വീകരിക്കാൻ പറയുന്നു. അത് സ്വീകരിച്ചാലേ നന്മയുള്ളൂ എന്ന് പറയുന്നു. അത് സ്വീകരിച്ചവനാണ് വിജയമുള്ളതെന്ന് പറയുന്നു. അത് സ്വീകരിക്കാത്തവൻ ഇവിടെ താൽക്കാലിക വിജയങ്ങൾ ഉണ്ടാകാം. പക്ഷെ യഥാർത്ഥ വിജയത്തിലേക്കുള്ള വഴി ഇതാണ് കേട്ടോ എന്ന് പറഞ്ഞു തരുന്നു. പക്ഷേ വഹദൈനാഹുൻ നജ്ദൈൻ, രണ്ട് വഴികൾക്കുള്ള എല്ലാ സ്വാതന്ത്ര്യവും മനുഷ്യനുണ്ട്. സ്വീകരിക്കാം, സ്വീകരിക്കാതിരിക്കാം. പക്ഷേ സ്വീകരിച്ചവരോടും സ്വീകരിക്കാത്തവരോടും നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട സഹിഷ്ണുതയിൽ മാറ്റമില്ല. അതാണ് പറഞ്ഞത്. ഒരാള് ഈ ദീന് സ്വീകരിച്ചില്ല എന്നുള്ളത് കൊണ്ട് അയാളോടൊരു ശത്രുത ഉണ്ടാകാൻ പാടില്ല. അയാളെ സ്നേഹിക്കുകയാണ് വേണ്ടത്. ആ സ്നേഹത്തിലൂടെ, സഹവർത്തിത്വത്തിലൂടെ അയാൾ ഈ ദീനിനെ പഠിക്കണം, നമ്മിലൂടെ അറിയണം. നമ്മുടെ ജീവിതം ഒരു സാക്ഷ്യമായി അയാളുടെ മുന്നിൽ ഉണ്ടാവണം.
അതാണ് യുസദ്ദിഖൂന ബിയൗമിദ്ദീൻ ഖുർആൻ പറഞ്ഞത്. എന്താണ് യുസദ്ദിഖൂന ബിയൗമിദ്ദീൻ? യുഅ്മിനൂന ബിയൗമിദ്ദീൻ അല്ല, പരലോകത്തിൽ വിശ്വസിക്കുന്നവർ എന്നല്ല, അത് വേറെ പറഞ്ഞിട്ടുണ്ട്. യുസദ്ദിഖൂന ബിയൗമിദ്ദീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പരലോകത്തെ സാക്ഷ്യപ്പെടുത്തുന്നവർ. പരലോകത്തെ സാക്ഷ്യപ്പെടുത്തുന്നവർ അതെന്താണ്? ഒരു പരലോകമുണ്ട് എന്ന് സ്വന്തം ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്തുന്നവരാണ്. ഒരു പരലോകമുണ്ട്, അത് വാക്കുകൊണ്ട് പറഞ്ഞിട്ടല്ല, നാവുകൊണ്ട് പറഞ്ഞിട്ടല്ല. നമ്മുടെ കൂടെ ജീവിക്കുന്ന ആളുകൾക്ക് മനസ്സിലാകണം. നമ്മുടെ ജീവിതം കണ്ടിട്ട്, നമ്മുടെ കച്ചവടം കണ്ടിട്ട്, നമ്മുടെ സംസാരം കണ്ടിട്ട്, നമ്മുടെ നിലപാടുകൾ, നമ്മുടെ സഹവർത്തിത്വം, നമ്മുടെ സ്നേഹം, ഇതൊക്കെ തിരിച്ചറിഞ്ഞിട്ട് അവർക്ക് മനസ്സിലാകണം ഒരു പരലോകമുണ്ട്. അതാണ് യുസദ്ദിഖൂന ബിയൗമിദ്ദീൻ. അത് വലിയ വാക്കുകൊണ്ടുള്ള ഉച്ചത്തിലുള്ള സംസാരങ്ങളല്ല, വളരെ നിശബ്ദമായ ജീവിതമാണ് യുസദ്ദിഖൂന ബിയൗമിദ്ദീൻ. ഇതാണ് ദീൻ നമുക്ക് പറഞ്ഞു തരുന്നത്. നാലാമത്തെ കാര്യം, മറ്റുള്ളവരെയും പരിഗണിക്കുന്ന രീതിയിലായിരിക്കണം ഒരു സത്യവിശ്വാസിയുടെ ജീവിതം, പെരുമാറ്റം എന്നതാണ്. അതാണ് സൂറത്ത് അൽ അൻകബൂത്തിലെ 46-ാമത്തെ വചനം. സമയക്കുറവ് മൂലം ദീർഘിപ്പിച്ചു പറയുന്നില്ല. അടുത്ത കാര്യം, വേദക്കാരോട് വളരെ സഹിഷ്ണുതയോടും നന്മയിലും വർത്തിക്കാനാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്നുള്ളതാണ്. നമ്മളോട് ശത്രുതയുള്ള ഒരാളോട് നമുക്ക് ശത്രുത ഉണ്ടാവണമെന്നില്ല. അങ്ങനെ ഖുർആൻ പറഞ്ഞു തന്നിട്ടില്ല. നമ്മളോട് ഒരാൾക്ക് ശത്രുതയുണ്ട്, പക്ഷെ അയാൾ നമ്മുടെ ശത്രു ആകേണ്ട കാര്യമില്ല. നമുക്ക് ഒരേ ഒരു ശത്രുതയേ ഉള്ളൂ. അതാരാണ് എന്ന് ഖുർആൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇന്ന ശൈത്താന ലക്കും അദുവ്വ്, ശൈത്താനാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു എന്ന്. നമുക്ക് വേറെ ശത്രുക്കളുണ്ടല്ലോ. നമുക്കിടയിൽ ശത്രുത ഉണ്ടാക്കുന്നതും ആ ശൈത്താനാണെന്ന് ഖുർആൻ പറഞ്ഞു തന്നത്. ശത്രുത ഉണ്ടാകാൻ പാടില്ല. മുസ്ലിങ്ങൾ പരസ്പരം ശത്രുത വെച്ച് പുലർത്താനേ പാടില്ല. അതേപോലെ തന്നെ അമുസ്ലിങ്ങളായ ആളുകളോടും ശത്രുത ഉണ്ടാകാൻ പാടില്ല. നമ്മളോട് തുറന്ന് എതിർക്കുന്ന ആളുകൾ, നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്ന ആളുകൾ, നമുക്ക് വിശ്വാസ സ്വാതന്ത്ര്യം നൽകാത്ത ആളുകൾ, അവരോടുള്ള നിലപാടുകളിൽ മാറ്റമുണ്ട്. അത് ഖുർആൻ പ്രത്യേകമായി പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നാൽ നമ്മളോടൊരു ശത്രുതയും പുലർത്താത്ത ആളുകൾ, നമ്മുടെ ആശയങ്ങൾ വെച്ചു പുലർത്തുന്നതിന് നമുക്ക് സ്വാതന്ത്ര്യം നൽകുന്നവരായ ആളുകൾ, നമ്മളോട് സ്നേഹത്തോടുകൂടി പെരുമാറുന്നവരായ ആളുകൾ, അവരോട് ഒരു നിലക്കുള്ള ശത്രുതയും വെച്ചു പുലർത്തേണ്ട കാര്യമില്ല. ഒരുപാട് ചരിത്ര രേഖകൾ വേറെയുമുണ്ട്. ഹുദൈബിയ സന്ധി നമുക്കറിയാം. പ്രവാചക തിരുമേനി മറ്റിതര സമൂഹങ്ങളോട് ഏതു തരത്തിലുള്ള സന്ധിയാണ് എഴുതിയുണ്ടാക്കിയത് എന്ന്, ആ സന്ധിയിലെ ഓരോ വചനങ്ങളും ഏറ്റവും വലിയ മനുഷ്യാവകാശ പ്രഖ്യാപനമാണ്. നിങ്ങളൊരു സംഭവം ആലോചിച്ച് നോക്കൂ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ അദ്ദേഹത്തിന്റെ അടുത്ത് വന്നിട്ട് അഭയം ചോദിച്ചു, മോനെ നിന്റെ കൂടെ ഞാൻ താമസിക്കട്ടെ? ഉമ്മ മുസ്ലിമല്ല. അദ്ദേഹം നേരെ റസൂലിന്റെ അടുത്ത് എന്നിട്ട് ചോദിച്ചു, റസൂലെ എന്റെ ഉമ്മ ഇങ്ങനെ വന്നിട്ടുണ്ട്, എന്റെ കൂടെ താമസിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമ്മയെ സ്വീകരിക്ക്, ഉമ്മയുടെ കൂടെ ജീവിക്കുക. ഏറ്റവും വലിയ ഒരു ഭാഗ്യമല്ലേ ലഭിച്ചത്? ഉമ്മ മുസ്ലിമാണോ മുസ്ലിമല്ലേ എന്ന് നോക്കേണ്ട കാര്യമില്ല എന്ന്. ഉമർ റളിയല്ലാഹു അൻഹു ജൂതന്മാർ വളരെയധികമുള്ളൊരു നാട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടെയുള്ള ആളുകൾക്ക് എല്ലാ നിലക്കുള്ള അവകാശങ്ങൾ വെച്ചു കൊടുക്കുകയാണ്. അവരുടെ ദരിദ്രരായ ആളുകൾക്ക് അദ്ദേഹം പ്രത്യേകമായ പെൻഷൻ ഏർപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പൊ ആളുകൾ ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം വിശുദ്ധ ഖുർആനിലെ അൻകബൂത്തിലെ 46-ാമത്തെ വചനമാണ് ഉദ്ധരിച്ചു കൊടുക്കുന്നത്. ദരിദ്രരായ ആളുകൾ ആരാണെന്ന് നോക്കേണ്ട കാര്യമില്ല, അവരെ സഹായിക്കേണ്ട ഉത്തരവാദിത്വം മുസ്ലിങ്ങൾക്കുണ്ട് എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ചരിത്രരേഖകൾ നിരവധിയാണ്. മുസ്ലിങ്ങളല്ലാത്ത ആളുകളുമായി എങ്ങനെയാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പ്രവാചക തിരുമേനിയുടെ കാലശേഷമുള്ള ഉത്തരാധികാരികളും ഖലീഫമാരുമൊക്കെ പെരുമാറിയത് എന്നും ഇസ്ലാമിക ചരിത്രത്തിലെ തന്നെ തിളങ്ങുന്ന ഒരുപാട് അധ്യായങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഈ പള്ളി നിർമ്മിച്ചത് മഹാനായ ടിപ്പു സുൽത്താനാണ്. സുൽത്താൻ പള്ളി എന്നായിരുന്നു ഈ പള്ളിയുടെ ആദ്യത്തെ പേര്. അദ്ദേഹത്തിന്റെ പട്ടാളക്കാർക്ക് വേണ്ടി നിസ്കരിക്കാൻ സൗകര്യം ഏർപ്പെടുത്തിയതുകൊണ്ടാണ് ഇതിന് പട്ടാളപ്പള്ളി എന്ന് പേര് കിട്ടിയത്. ഏറ്റവും വലിയ സഹിഷ്ണുതയുടെ ഒരു ജീവിതം നയിച്ച മഹാനായ വ്യക്തിത്വമാണ് ടിപ്പു സുൽത്താൻ. അദ്ദേഹം ഈ നാട്ടിൽ മലബാറിലെ പല സ്ഥലങ്ങളും അദ്ദേഹത്തിന്റെ കീഴിലായിരുന്നു. അവിടെയൊക്കെ അദ്ദേഹത്തിന്റെ പ്രതിനിധികളായി വെച്ചത് അമുസ്ലിങ്ങളായ ആളുകളായിരുന്നു. മമ്പുറം തങ്ങളെ കുറിച്ച് കേട്ടിട്ടില്ലേ? മഹാനായ മമ്പുറം സയ്യിദ് അലവി തങ്ങൾ റഹ്മഹുല്ലാ. അദ്ദേഹത്തിന്റെ ഏറ്റവും വിശ്വസ്തനായ സെക്രട്ടറി എന്ന് പറയാവുന്ന ആള് കൊണ്ടോട്ടിയിലെ ഒരു കോന്തു നായരായിരുന്നു. ഒരാളെ അവിശ്വസിക്കേണ്ട കാര്യമില്ലായിരുന്നു അവർക്കൊക്കെ. അവരൊക്കെ സ്നേഹത്തിലൂടെയും സഹവർത്തിത്വത്തിലൂടെയുമാണ് ഈ സമൂഹത്തിലുള്ള ആളുകളെ അവരിലേക്ക് അടുപ്പിച്ചത്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം
മുല കുടിച്ചു വളർന്നത് മുസ്ലിം അല്ലാത്തൊരു സ്ത്രീയുടേതാണ്. പ്രവാചകനാകുന്നതിന് മുമ്പാണത്. പ്രവാചകനായ ശേഷം അതിൽ യാതൊരു തരത്തിലും പ്രവാചക തിരുമേനി പശ്ചാത്തപിച്ചിട്ടില്ല. അത് ശരിയായില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഉമ്മയെപ്പോലെ തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കണ്ടിരുന്നത്. റസൂലുള്ളാഹിയെ സംരക്ഷിച്ച വല്യുപ്പയും മൂത്താപ്പയും മുസ്ലിങ്ങളായിരുന്നില്ല. പക്ഷെ അവരുടെ തണലിലാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചത്. ഇറങ്ങിപ്പോകാൻ പറയുന്നതുവരെ അതേ പിതാവിന്റെ കൂടെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ജീവിക്കുന്നത്. ഇബ്രാഹിം നബിയുടെ പിതാവ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം തെറ്റിപ്പോരുന്നില്ല. പിതാവ് ഇറക്കി വിട്ടപ്പോൾ മാത്രമാണ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരുന്നത്. ചരിത്രം ഒരുപാടുണ്ട് പറയാൻ. അപ്പൊ സഹവർത്തിത്വമാണ്, സ്നേഹമുള്ള മനസ്സാണ് ഒരു മുസ്ലിമിന്റെ ഉള്ളിൽ ഉണ്ടാകേണ്ടത്. എല്ലാ ആളുകളും നമ്മളോട് അസഹിഷ്ണുതയും നമ്മളോട് ഏതെങ്കിലും തരത്തിലുള്ള മര്യാദക്കേട് കാണിക്കുന്ന ആളുകളോട് നമ്മൾ മര്യാദക്കേട് കാണിക്കേണ്ടതില്ല. അതല്ല അതിന് പ്രതിവിധി. സ്നേഹവും സഹവർത്തിത്വവും സ്നേഹത്തിലൂറുന്ന പെരുമാറ്റവും സഹായ സഹകരണങ്ങളും തന്നെയാണ് ഒന്നാമത്തെ മറുപടി. ഇതാണ് ഖുർആൻ നമ്മളോട് പറയുന്നത്. അള്ളാഹു അങ്ങനെ ജീവിക്കുന്നവരിൽ ഉൾപ്പെടാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകും. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ കരീമിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലം. വളരെ പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. നമ്മൾ പറഞ്ഞത് ഇത്രയുമാണ്. ഖുർആൻ എങ്ങനെയാണ് സഹവർത്തിത്വമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്നത്, മുസ്ലിങ്ങൾ ഏതൊരു തരത്തിലുള്ള മാനസികാവസ്ഥ മറ്റുള്ളവരോട് വെച്ചു പുലർത്തേണ്ട ആളുകളാണ് എന്നതിന് ഖുർആൻ വളരെ കൃത്യമായി വ്യക്തതയോടുകൂടി നമുക്ക് മാർഗനിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിൽ യാതൊരു തരത്തിലും പാകപ്പിഴവുകളോ പോവലുകളോ മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകാൻ പാടില്ല. ഇത് ഏറ്റവും പ്രധാനമായി നമ്മുടെ കാലത്ത്, നമ്മുടെ സന്ദർഭത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമാണ്. അങ്ങനെ ജീവിക്കുന്നവരിൽ വിശുദ്ധ ഖുർആനിന്റെ യഥാർത്ഥ അനുയായികളായി തീരുവാനുള്ള നമ്മുടെ ശ്രമം ഏറ്റവും പ്രധാനമാണ്. അങ്ങനെ ജീവിക്കുന്നവരിൽ ഉൾപ്പെടാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയിട്ടുള്ള തെറ്റുകുറ്റങ്ങളിൽ നിന്ന് പരമദയാലുവായ രക്ഷിതാവെ ഞങ്ങൾക്ക് നീ പാപമോചനം നൽകി അനുഗ്രഹിക്കണമേ. അറിഞ്ഞും അറിയാതെയും വന്നുപോയിട്ടുള്ള എല്ലാ അപരാധങ്ങളും ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള പ്രിയപ്പെട്ടവരായ വല്യുപ്പമാർ, വല്യുമ്മമാർ, മാതാപിതാക്കളിൽപ്പെട്ടവർ, ഗുരുജനങ്ങൾ, അങ്ങനെ പ്രിയപ്പെട്ടവരായ ഒരുപാട് ആളുകൾ, അല്ലാഹുവേ അവർക്കെല്ലാം പാപങ്ങൾ പുറത്തുകൊടുത്ത് അവരെയും ഞങ്ങളെയും നിന്റെ ഉന്നതമായ സ്വർഗാരാമങ്ങളിൽ ഒരുമിച്ച് കൂട്ടണമേ. ഞങ്ങളിൽ നിന്ന് പലതുകൊണ്ടും വിഷമങ്ങൾ അനുഭവിക്കുന്നവരായ ആളുകൾ, കടങ്ങൾ കൊണ്ട്, സങ്കടങ്ങൾ കൊണ്ട്, രോഗങ്ങൾ കൊണ്ട്, വാർദ്ധക്യം കൊണ്ട് പലതരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ. കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സുഹൃത്തിന്റെ മകൾ ഒരു ആക്സിഡന്റിൽപ്പെട്ട് വളരെ ഗുരുതരമായ അവസ്ഥയിൽ കോയമ്പത്തൂർ ആശുപത്രിയിൽ കിടക്കുകയാണ്. ഇങ്ങനെ നമുക്ക് പരിചയമുള്ളവരും അല്ലാത്തവരുമായ ഒരുപാട് ആളുകൾ രോഗം കൊണ്ടും മറ്റുമൊക്കെ പ്രയാസം അനുഭവിക്കുന്നുണ്ട്. അല്ലാഹുവേ അവർക്കെല്ലാവർക്കും സമാധാനം നിറഞ്ഞൊരു പരിഹാരം നീ പ്രദാനം ചെയ്യണമേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ.